ഹായ് എവ്രി വൺ. ഇ ഡ്രോപ്സ് എഡ്യൂക്കേഷണൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എസ്, ടി എന്നീ ലെറ്റേഴ്സിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. എസ് എന്ന ലെറ്ററിന്റെ സൗണ്ട് സ് എന്നാണ് നമ്മൾ പറഞ്ഞത്. സ് എന്ന സൗണ്ട് കൂടാതെ എസിന് വേറെ 3 സൗണ്ടുകൾ കൂടിയുണ്ട്. 4 സൗണ്ടുകളാണ് എസ് എന്ന ലെറ്ററിനുള്ളത്. സൺ, സോപ്പ് എന്നീ വേർഡ്സിലേക്കുള്ള സ് എന്ന സൗണ്ടാണ് ഒന്നാമത്തെ സൗണ്ട്. ഒബ്സർവ്, കിഡ്സ് ഈ വേർഡ്സിലേക്കുള്ള Z എന്ന സൗണ്ടാണ് രണ്ടാമത്തെ സൗണ്ട്. ഒബ്സർവ്, കിഡ്സ്. ഇനി മൂന്നാമത്തെ സൗണ്ട് ഷുഗർ, ഷുവർ ഈ വേർഡ്സിലേക്കുള്ള ഷ് എന്ന സൗണ്ട്. നാലാമത്തെ സൗണ്ടാണ് ഴ് എന്ന സൗണ്ട്. ഷ് എന്ന സൗണ്ടിനോട് കൂടെ Z എന്ന സൗണ്ട് കൂടുമ്പോഴുണ്ടാവുന്ന ആ ഒരു വോയിസ് ഴ് എന്ന സൗണ്ട്. ട്രഷർ, മെഷർ ഈ വേർഡ്സിലൊക്കെയാണ് ഈ സൗണ്ട് വരുന്നത്. ടി എന്ന ലെറ്ററിന്റെ സൗണ്ട് ട് എന്നാണ്. ടീ, ടേക്ക് എന്നീ വേർഡ്സിലൊക്കെയുള്ള ട് എന്ന സൗണ്ട്. വാട്ടർ എന്ന വേർഡിലെ ഡ് എന്ന സൗണ്ടാണ് മറ്റൊരു സൗണ്ട്. ഇനി ചില വേർഡ്സിലൊക്കെ ടി എന്ന ലെറ്റർ സൈലന്റ് ആയിട്ട് കാണും. ഓഫൺ, ലിസൺ ഈ വേർഡ്സിലൊക്കെ ടി എന്ന ലെറ്റർ സൈലന്റ് ആണ്. എസ്, ടി എന്നീ ലെറ്റേഴ്സിന്റെ സൗണ്ടുകൾ നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങളിലൂടെ നോക്കാം. എസ് എന്ന ലെറ്ററിന്റെ സ് എന്ന സൗണ്ട് വരുന്ന വേർഡ്സ് ആണ് പറയുന്നത്. സൺ, സോപ്പ്, സ്നേക്ക്, സീ, സിങ്, സ്വിങ്, സ്റ്റോറി, സ്റ്റാർ, സോക്സ്, സാഡ്. സൺ, സോപ്പ്, സ്നേക്ക്, സീ, സിങ്, സ്വിങ്, സ്റ്റോറി, സ്റ്റാർ, സോക്സ്, സാഡ്. ഈ വേർഡ്സിലൊക്കെ എസ് എന്ന ലെറ്ററിൻ്റെ സൗണ്ട് സ് എന്ന് തന്നെയാണ്. നമ്മൾ എസ് എന്ന് പറയുമ്പോഴുള്ള സ് എന്ന സൗണ്ട് തന്നെയാണ് ഈ വേർഡ്സിലൊക്കെ വരുന്നത്. എസ് എന്ന ലെറ്ററിന് സ് എന്ന സൗണ്ട് വരുന്ന വേർഡ്സാണ് ഇനി പറയുന്നത്. ഒബ്സർവ്, കിഡ്സ്, abuse, excise, impose, opposite, pause, positive, possess, praise. Observe, kids, abuse, excise, impose, opposite, pause, പോസിറ്റീവ്, possess, praise. ഈ വേർഡ്സിലൊക്കെ എസ് എന്ന ലെറ്ററിൻ്റെ സൗണ്ട് Z എന്നാണ്. നമ്മൾ Z ഉച്ചരിക്കുമ്പോഴുണ്ടാകുന്ന Z എന്ന സൗണ്ടാണ് വരുന്നത്. ഇനി എസ് എന്ന ലെറ്ററിന് ഷ് എന്ന സൗണ്ട് വരുന്ന വേർഡ്സ് ഉണ്ടോ എന്ന് നോക്കാം. ഷുവർ, ഷുഗർ, ഷ്യൂർലി, അഷ്യൂർ. ഷുവർ, ഷുഗർ, ഷ്യൂർലി, അഷ്യൂർ. ഈ വേർഡ്സിലൊക്കെ എസ് എന്ന ലെറ്ററിൻ്റെ സൗണ്ട് ഷ് എന്നാണ്. എസ് എച്ച് എന്ന വേർഡ് വരുമ്പോൾ അഥവാ എസ് എച്ച് ഒരുമിച്ച് വരുന്ന വേർഡ്സിൽ എസിൻ്റെ സൗണ്ട് ഷ് എന്നാണ്. ഇങ്ങനെ വരുന്ന വേർഡ്സ് ഏതൊക്കെയാന്ന് നോക്കാം. ഷിപ്പ്, ഷോപ്പ്, ഫിഷ്, ബ്രഷ്, ഷെൽ. ഈ വേർഡ്സിലൊക്കെ എസ് എച്ച് ഒരുമിച്ചാണ് വരുന്നത്. ഇതിൻ്റെ സൗണ്ട് ഷ് എന്നാണ്. എസ് എന്ന ലെറ്ററിന് ഴ് എന്ന സൗണ്ട് വരുന്ന വേർഡ്സാണ് ഇനി പറയുന്നത്. ഴ് എന്ന സൗണ്ട് വരുന്ന വേർഡ്സ് അഥവാ Z എന്ന സൗണ്ടും ഷ് എന്ന സൗണ്ടും മിക്സ് ചെയ്തിട്ടുള്ളൊരു വോയിസാണ് ഴ് എന്ന സൗണ്ട്. ഈ സൗണ്ട് വരുന്ന വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ട്രഷർ, ട്രഷർ, മെഷർ, measure, leisure, leisure, pleasure, pleasure, usual, usual. Treasure, measure, leisure, pleasure, usual. ഈ വേർഡ്സിലൊക്കെ എസ് എന്ന ലെറ്ററിൻ്റെ സൗണ്ട് ഴ് എന്നാണ്. Z എന്ന സൗണ്ടും ഷ് എന്ന സൗണ്ടും മിക്സ് ചെയ്ത പോലെയുള്ളൊരു സൗണ്ടാണ് ഴ് എന്ന സൗണ്ട്. എസ് എന്ന ലെറ്ററിൻ്റെ സ്, Z,
ഷ്, ഴ് എന്നീ 4 സൗണ്ടുകൾ നമ്മൾ പറഞ്ഞു. ഇനി പറയുന്നത് ടി എന്ന ലെറ്ററിൻ്റെ സൗണ്ടുകളാണ്. ടി എന്ന ലെറ്ററും 4 വ്യത്യസ്ത രീതികളിലാണ് ഉച്ചരിക്കുന്നത്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ടി എന്ന ലെറ്ററിൻ്റെ ട് എന്ന സൗണ്ട് വരുന്ന വേർഡ്സാണ് പറയുന്നത്. ടൈം, ടേക്ക്, ടീ, ടൂത്ത്. ടൈം, ടേക്ക്, ടീ, ടൂത്ത്. ഈ വേർഡ്സിലൊക്കെ ടീയുടെ സൗണ്ട് ട് എന്ന് തന്നെയാണ്. ഇനി ടി എന്ന് പറയുമ്പോൾ നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയുന്ന പോലെ അല്ലാതെ ഫ്രീ ആയിട്ട് പറയുന്ന വേർഡ്സ് ഉണ്ട്. വാട്ടർ, പ്രോട്ടീൻ, പ്രൊട്ടക്റ്റ്. വാട്ടർ, പ്രോട്ടീൻ, പ്രൊട്ടക്റ്റ്. ഈ വേർഡ്സിലൊക്കെ ടിയെ നമ്മൾ ഫ്രീ ആയിട്ട് സ്ട്രെസ് ചെയ്യാതെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഡ് എന്ന പോലെയാണ് കേൾക്കുക. വാട്ടർ, വെള്ളം എന്നർത്ഥം വരുന്ന വാട്ടർ. പ്രോട്ടീൻ, പ്രൊട്ടക്റ്റ്. ഇതാണ് രണ്ടാമത്തെ സൗണ്ട്. ഇനി മൂന്നാമതായി പറയുന്നത് ഡബിൾ ടി വരുന്ന വേർഡ്സാണ് ഇനി പറയുന്നത്. കിറ്റൻ, മിറ്റൻ, കോട്ടൺ, ബട്ടൺ. കിറ്റൻ, മിറ്റൻ, കോട്ടൺ, ബട്ടൺ. ഈ വേർഡ്സിലൊക്കെ ഡബിൾ ടി കഴിഞ്ഞിട്ട് വരുന്ന വവലിനെ നമ്മൾ ഉച്ചരിക്കുന്നില്ല. അത് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. കിറ്റൻ, മിറ്റൻ, കോട്ടൺ, ബട്ടൺ, ട് എന്ന സൗണ്ട്. ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നതിന് ഗ്ലോട്ടൽ സ്റ്റോപ്പ് എന്നാണ് പറയുന്നത്. ഇതാണ് മൂന്നാമത്തെ ടൈപ്പ്. ഇനി നാലാമതായി വരുന്നത് ടി സൈലൻ്റ് ആയിട്ടുള്ള വേർഡ്സാണ്. ടി എന്ന ലെറ്റർ സൈലൻ്റ് ആയിട്ടുള്ള വേർഡ്സാണ് ഇനി പറയുന്നത്. ലിസൺ, കാസിൽ, വിസിൽ, ഓഫൻ, റെസിൽ, നെസ്ലെ. ലിസൺ, കാസിൽ, വിസിൽ, ഓഫൻ, റെസിൽ, നെസ്ലെ. ഈ വേർഡ്സിലൊക്കെ ടി എന്ന ലെറ്ററിനെ സൈലൻ്റ് ആയിട്ട് പറയുന്നത്, അഥവാ ഈ വേർഡ്സിലൊക്കെ ടി സൈലൻ്റ് ആണ്, ടിയെ ഉച്ചരിക്കുന്നില്ല. അതുപോലെ ടി സി എച്ച് ഒരുമിച്ച് വരുന്ന വേർഡ്സ് ഉണ്ട്. മാച്ച്, വാച്ച്, പാച്ച്. ഈ വേർഡ്സിലൊക്കെ ടി സി എച്ച് ഒരുമിച്ചാണ് വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ടിയെ ഉച്ചരിക്കുന്നില്ല. ച് എന്ന് സി എച്ച് കൂടി വരുന്ന വോയിസാണ് ഇവിടെ കേൾക്കുന്നത്. മാച്ച്, വാച്ച്, പാച്ച്. അതുപോലെ ടി ഐ ഒ എൻ ഈ കോമ്പിനേഷൻ വരുമ്പോൾ ഷ് എന്നാണ് ടിയുടെ സൗണ്ട്. മെഡിറ്റേഷൻ, റേഷൻ, സ്റ്റേഷൻ. അതുപോലെ പേഷ്യൻ്റ്, ഇതിൽ ടി ഐ ഇ എൻ ഇങ്ങനെയാണ് വരുന്നത്. ഇതിലും പേഷ്യൻ്റ് എന്ന വേർഡിലും ടിയുടെ സൗണ്ട് ഷ് ആണ്. ടി എച്ച് ഒരുമിച്ച് വരുന്ന വേർഡ്സാണ് ഇനി പറയുന്നത്. ഇങ്ങനെയുള്ള വേർഡ്സിൽ അഥവാ ടി എച്ച് ഒരുമിച്ച് വരുന്ന വേർഡ്സിൽ ത് എന്ന ഉച്ചാരണവും ദ് എന്ന ഉച്ചാരണവും വരുന്നുണ്ട്. ടി എച്ച് വരുമ്പോൾ ത് എന്ന് ഉച്ചരിക്കുന്ന വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 3, ക്ലോത്ത്, മാത്ത്, എർത്ത്, ടൂത്ത്, തിൻ, തേഴ്സ്ഡേ. 3, ക്ലോത്ത്, മാത്ത്, എർത്ത്, ടൂത്ത്, തിൻ, തേഴ്സ്ഡേ. ഈ വേർഡ്സിലൊക്കെ ടി എച്ച് ഒരുമിച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ സൗണ്ട് ത് എന്നാണ്. ഇനി ദ് എന്ന സൗണ്ട് വരുന്ന ടി എച്ച് വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദി, ദീസ്, ദാൻ, ദാറ്റ്, ദോ, ദിസ്, ദ. ദി, ദീസ്, ദാൻ, ദാറ്റ്, ദോ, ദിസ്, ദ. ഈ വേർഡ്സിലൊക്കെ ടി എച്ച് ഒരുമിച്ച് വരുന്നുണ്ട്. ദ് എന്നാണ് സൗണ്ട് വരുന്നത്. ടി എന്ന ലെറ്ററിനും 4 തരം ഉച്ചാരണങ്ങളാണുള്ളത്. ട്, ഒന്ന് ട് എന്ന് സ്ട്രെസ് ചെയ്ത് പറയുന്നത്, സ്ട്രെസ് ചെയ്യാതെ ഡ് പോലെ പറയുന്നത്. മൂന്നാമത്തത് ഗ്ലോട്ടൽ സ്റ്റോപ്പ് വരുന്ന വേർഡ്സ്. അതുപോലെ ടി സൈലൻ്റ് ആയിട്ടുള്ളത്. ഇങ്ങനെ 4 തരം ടിയുടെ വ്യത്യസ്ത
ഉച്ചാരണങ്ങളിൽ 4 തരം വേർഡ്സാണ് നമ്മൾ പറഞ്ഞത്. എസ്, ടി എന്നീ ലെറ്റേഴ്സിനെ കുറിച്ചുള്ള ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി യു എന്ന വവൽ സൗണ്ടുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.